Hello children, welcome to the new session of chemistry of class 11, chapter 4. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VSEPR തിയറിയാണ്. ദാറ്റ് ഈസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. അതായത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി അബൌട്ട് ദ വാലൻസ് ഷെൽ. ഇപ്പം നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെൽ, ദാറ്റ് ഈസ് ദ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ആ ഇലക്ട്രോൺസ് പെയർഡ് ആയിട്ടുണ്ട്, അൺപെയർഡ് ആയിട്ടിരിക്കുന്നുണ്ട് അല്ലെ. പെയർഡ് ആയിട്ടിരിക്കുന്നതിന് നമ്മൾ ബോണ്ട് പെയർ എന്ന് പറയും. പെയർഡ് ആയിട്ടിരിക്കാത്തത് നമ്മൾ ലോൺ പെയർ എന്ന് പറയും. അപ്പൊ ഈ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസും തമ്മിൽ എപ്പോഴും എന്താണ് ഉള്ളത്? നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് സെയിം ചാർജ് വരുമ്പോൾ ദേ റിപ്പൽ ഈച്ച് അതർ. അപ്പൊ അവരുടെ റിപ്പൽഷനെ കുറിച്ചുള്ള തിയറിയാണ് എന്ത്? VSEPR തിയറി. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ സിഡ്ജ്വിക് ആൻഡ് പോവൽ. മെയിൻ പോസ്റ്റ്ലേറ്റ്സ് നമുക്ക് നോക്കാം എന്താണെന്ന്. The shape of a molecules depends upon the number of valence shell electron pairs bonded or non-bonded around the central atom. നമ്മൾ പറഞ്ഞു സെൻട്രൽ ആറ്റത്തിന് അറൌണ്ട് ആയിട്ട് ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, വാലൻസ് ഷെല്ല് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ ഉണ്ട്, നോൺ ബോണ്ടഡ് ഉണ്ട് അല്ലെ. അതിന്റെ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അതായിരിക്കും ആ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നിർണയിക്കുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനോടാണ്? ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ്. ബോണ്ടഡ് ആയിരിക്കാം, നോൺ ബോണ്ടഡ് ആയിരിക്കാം. ഓക്കെ, എത്രയാണോ അതിന്റെ നമ്പർ, എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺസ് ബോണ്ടഡ് ആണ്, എത്ര ഇലക്ട്രോൺസ് നോൺ ബോണ്ടഡ് ആണ്, അതായിരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് നിർണയിക്കുന്നത്? ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നിർണയിക്കുന്നത്. അതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് പറയുന്നത്. സെക്കൻഡ് വൺ, പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ സിൻസ് ദെയർ ഇലക്ട്രോൺ ക്ലൗഡ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അതായത് ഈ ഇലക്ട്രോൺസിന്റെ പെയേഴ്സ്, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൽ ഈച്ച് അതർ. കാരണം എന്തുകൊണ്ടാ? അത് നെഗറ്റീവ്ലി ചാർജിനാണ് അല്ലെ. നെഗറ്റീവ്ലി ചാർജ്, ഒരേ സെയിം ചാർജ് വരുമ്പോൾ അത് ദേ ആർ റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല നമുക്ക്. നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ് വരുന്നത് ദീസ് പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ tend to occupy such a position in space that minimize repulsion and thus maximize a distance between them. അവിടെ എന്താ പറയുന്നത്? അതായത് നമ്മൾക്ക് ഇവരെ തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കണം. ഇവരടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്. അങ്ങനെ അടി ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ നമ്മൾക്ക് ഒക്യുപ്പൈ ചെയ്ത് നിർത്തണം. അപ്പൊ ഇവരെ എന്ത് ചെയ്യും? നമ്മള് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസിൽ അവരെ ഓക്യുപ്പൈ ചെയ്യും. എത്രത്തോളം ഡിസ്റ്റൻസിൽ അവരെ നിർത്താൻ പറ്റുമോ അത്രയും ഡിസ്റ്റൻസിലേ അവരെ തമ്മിൽ നിർത്തുള്ളൂ. ഓക്കെ, ഈ ഇലക്ട്രോൺ പെയറിനെ നമ്മൾ മാക്സിമം ഡിസ്റ്റൻസിൽ അവരെ നിർത്തും. ആ മാക്സിമം ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിൽ അവർ നിൽക്കുന്നോ അതാണ് അതിന്റെ ഷേപ്പ്. അത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഫോർത്ത് പോസ്റ്റ്ലേറ്റ് പറയുന്നത് വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്പിയർ വിത്ത് ഇലക്ട്രോൺ പെയേഴ്സ് ലോക്കലൈസിംഗ് ഓൺ ദ സ്പെറിക്കൽ സർഫസ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. അതായത് നമ്മളിപ്പോ ഒരു വാലൻസ് ഷെല്ല് നമ്മൾ എടുക്കുന്നത് ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ആ സ്പെറിക്കൽ സർഫസിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാക്സിമം ഡിസ്റ്റൻസിലാണ് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിന് മാത്രം. ഓക്കെ, പിന്നെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ റിപ്പൽഷൻ തിയറിയിൽ മൾട്ടിപ്പിൾ ബോണ്ട്, അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഏത് ബോണ്ട് വന്നാലും നമ്മൾ അതിനൊരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ്, അതായത് ഒരു സിംഗിൾ ബോണ്ട് പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ഒരു പ്രത്യേകത കൂടുതലൊന്നും എവിടെയില്ല. നമ്മൾ അതിനൊരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് പെർ 2 or 3 റെസണൻസ് സ്ട്രക്ചർ ക്യാൻ ബി റെപ്രസെന്റഡ് എ മോളിക്യൂൾ. അപ്പോൾ ഒരു മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്കൊരു റെസണൻസ് സ്ട്രക്ചർ ആവശ്യമായിട്ട് വരാമെന്ന് വിചാരിക്കാം. അതും നമുക്ക് VSEPR മോഡൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ സ്ട്രക്ചർ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടെ നോക്കണം. ഇലക്ട്രോൺ പെയേഴ്സ്, ദാറ്റ് ഈസ് ബോണ്ടഡ് ഉണ്ട്, അതായത് ലോൺ പെയർ ഉണ്ട്, ബോണ്ട് പെയർ ഉണ്ട് അല്ലെ. ഷെയർ ചെയ്ത് നിൽക്കുന്ന പെയേഴ്സ് ബോണ്ട് പെയർ, ഷെയർ ചെയ്യാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാണ്, അവരെ ആരും ആവശ്യമില്ല, അവർക്ക് ആർക്കും അവരെ ആവശ്യമില്ല, അവർക്ക് ആരും ആവശ്യമില്ല, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ലോൺ പെയേഴ്സ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു റിപ്പൾസീവ് ഇന്ററാക്ഷൻ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ലോൺ പെയറും തമ്മിലാണ്. ലോൺ പെയറും അതായത് അവർ ആരായിട്ടും ഷെയർ ചെയ്ത് നിൽക്കുന്നില്ല, അപ്പോൾ അവരൊറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവര് മാക്സിമം ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കണം. അവർ തമ്മിലുള്ള റിപ്പൽഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം വേറെ ആരെങ്കിലും ബോണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അവര് അങ്ങോട്ട് അട്രാക്ഷൻ ചെയ്ത് നിന്നോളും. പക്ഷെ ഇവർ ഒറ്റയ്ക്ക് നിൽക്കുക, അപ്പൊ ഇവര് തമ്മിലുള്ള റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കാണല്ലോ, അപ്പൊ അടി കൂടാനുള്ള ചാൻസും കൂടുതലല്ലേ. അതിനേക്കാളും കുറച്ചും കൂടെ കുറവ് ലോൺ പെയർ ബോണ്ട് പെയറിനായിരിക്കും. പിന്നെ ബോണ്ട് പെയർ. അപ്പൊ ഈ ഒരു റിപ്പൾസീവ് ഇന്ററാക്ഷന്റെ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ഓരോ മോളിക്യൂളിന്റെയും VSEPR തിയറി വെച്ചിട്ട് നമ്മൾ ഓരോ മോളിക്യൂളിന്റെയും ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പൊ അതില് നമ്മൾ നോക്കേണ്ടത് മോളിക്യൂൾസ് ഇൻ വിച്ച് സെൻട്രൽ ആറ്റം ഹാസ് നോ ലോൺ പെയർ ഇല്ല, അതായത് ബോണ്ട് പെയേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ടൈപ്പ് മോളിക്യൂൾസിന്റെ ജോമെട്രി ആദ്യം പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോൺ പെയർ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ജോമെട്രി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ബോണ്ട് പെയർ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിങ്ങനെ കുറേ ടൈപ്പുകളുണ്ട്. ഫസ്റ്റ് വൺ AB2 ടൈപ്പ്. AB2 ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ AB, അതായത് ഏറ്റവും കുറവ് നമ്പർ ഉള്ളത് ഏതായിരിക്കും? അതായിരിക്കും സെൻട്രൽ ആറ്റം. അപ്പൊ AB2 A ആയിരിക്കും സെൻട്രൽ ആറ്റം, B എന്ന് പറയുന്നത് സറൗണ്ടിങ് ആറ്റം ആയിരിക്കും. AB2 മെൻഷൻ ചെയ്യുന്നത് എന്താണ്? ഇതിനകത്ത് 2 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അപ്പോ എയും ബിയും വാലൻസ് ഇലക്ട്രോൺ 2 എണ്ണമാണ്. ആ 2 എണ്ണം മാക്സിമം റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, in order to reduce the repulsion, these electron pairs are arranged at an angle 180 degree. അതായത് എ ഇവിടെ ബി ഇങ്ങനെ രണ്ടും അറേഞ്ച് ചെയ്താൽ മാത്രമേ മാക്സിമം റിപ്പൽഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ, ലെയർ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ബോണ്ട് ആംഗിൾ എത്ര വരും? 180 വരും. ഈ ഷേപ്പ് ലീനിയർ ഷേപ്പാണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമ്പിൾ BeCl2 HgCl2 സെയിം സ്ട്രക്ചർ ആണ് വരിക. BeCl2 എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റം BE വരും, രണ്ട് സൈഡിലും Cl വരും. Hg ആണെങ്കിലും സെയിം തന്നെ, Hg സെൻട്രൽ വരും, ഇവിടെ Cl ഇവിടെ Cl. ഓക്കെ, നെക്സ്റ്റ് വൺ AB3 ടൈപ്പ് ആണ്. AB3 ടൈപ്പിൽ പറഞ്ഞ പോലെ ഇത് സെൻട്രൽ ആറ്റം ആണ്, B സറൗണ്ടിങ് ആറ്റം ആണ്, 3 എന്ന് പറയുമ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ 3 എണ്ണം എങ്ങനെ നിൽക്കണം? 3 ബോണ്ട് പെയേഴ്സ് ഇതേ ഒരു അറേഞ്ച്മെന്റിൽ നിന്നാൽ മാത്രമേ അതിന്റെ എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? റിപ്പൽഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നൊരു ഷേപ്പാണ് ട്രയഗണൽ പ്ലാനാർ. 120 ഓരോ ആംഗിളും എത്രയായിരിക്കും? 120 ആയിരിക്കും. എക്സാമ്പിൾ BF3 ഇങ്ങനെയായിരിക്കും ചോദിക്കുക കേട്ടോ. BF3യുടെ ട്രയഗണൽ ഷേപ്പ് എന്താണ്, ആംഗിൾ എന്താണ്, അല്ലെങ്കിൽ AB3 ടൈപ്പിലുള്ള മോളിക്യൂൾ ഏതാണ് എന്നൊക്കെ ചോദിക്കായിരിക്കും MCQs വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ AB4, ദാറ്റ് ഈസ് 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 4 വാലൻസ് ഇലക്ട്രോണെയും മാക്സിമം ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പാണ് ടെട്രാഹീഡ്രൽ. ടെട്രാഹീഡ്രൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A സെൻട്രൽ എഴുതി, ആദ്യം ഇവിടെ ഒരെണ്ണം താഴേക്ക്, ഇതിന്റെ രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു B വരും, ദെൻ മുകളിൽ ഒരു B വരും. ഇതാണ് ടെട്രാഹീഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് CH4 NH4+ ഒക്കെ എക്സാമ്പിൾ വരുന്നതാണ്. ഓക്കെ, 109.28 മിനിറ്റ് ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് AB5, അതായത് 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതിന് ഷേപ്പ് വരുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. അതായത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രലിൽ നമ്മളൊരു A എഴുതി, ദെൻ
ആദ്യം 2 ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് കാണിക്കാം കേട്ടോ. താഴെ മുകളിലും ബി, ദെൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അടുത്ത സറൗണ്ടിങ് ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അവർ തമ്മിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. പിന്നെ താഴെയും മുകളിലും കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു ഷേപ്പാണ് ട്രയഗണൽ ബൈ പിരമിഡൽ. എക്സാമ്പിൾ PCl5. ഇത് പി സെന്ററിൽ വരും, CL ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും. AB6 ടൈപ്പിൽ വരുന്നത് എന്താ, 6 വാലൻസ് ഇലക്ട്രോൺ ആണ്. ആ 6ഉം അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, 4 എണ്ണം ഇതേപോലെ അറേഞ്ച് ചെയ്തു, ഒരു സ്ക്വയർ കിട്ടി. ദെൻ ഒരെണ്ണം മുകളിലും താഴെയായിട്ട്. ഒക്ടാഹീഡ്രൽ ഷേപ്പാണ്, 90 ഡിഗ്രി. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ബോക്സ് ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാം. ഫസ്റ്റ് കേസിൽ AB2 ആണ്, അതായത് ഇലക്ട്രോൺ പെയർ അവിടെ എത്രയാണ്, 2 ആണ്. മനസ്സിലാക്കി പഠിക്കാട്ടോ. ഇത് AB2 ടൈപ്പ് ആണ്, ദാറ്റ് ഈസ് വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 2 ആണ്. 2 വരുമ്പോ ലീനിയർ ഷേപ്പ് വരും. ഓക്കെ, ലീനിയർ ആണ്. ദെൻ എക്സാമ്പിൾ, അങ്ങനെ ഓരോന്നും പഠിക്കാം. ഇനി അടുത്ത കേസ്, ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മോളിക്യൂൾസ് ഹാവിംഗ് 1 or more ലോൺ പെയേഴ്സ് വരുന്നത്. ഫസ്റ്റ് കേസ് നോക്കാട്ടോ. 2 ബോണ്ട് പെയേഴ്സും വരുന്നുണ്ട്, ഒരു ലോൺ പെയറും വരുന്നുണ്ട്. അപ്പൊ അതായത് AB2 ആണ്, അതിന്റെ കൂടെ ഒരു ലോൺ പെയറും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പറയുന്നതാണ് AB2E. ഒരു ലോൺ പെയറിനെ പറയുന്നതാണ്, മെൻഷൻ ചെയ്യുന്നതാണ് E വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണ്, 3 എണ്ണം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ട്രയഗണൽ പ്ലനാർ തന്നെയാണ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അത് ഈ സ്ട്രക്ചർ എന്ന പറയുന്നത് എന്താണ്, ബെൻഡ് ഷേപ്പ് എന്നാ പറയുന്നത്. A സെന്ററിൽ വരുന്നു, B ഇവിടെ, B ഇവിടെ. ഒരെണ്ണം ബോണ്ടിങ് ഇല്ല, നോൺ ബോണ്ടിങ് ആണത് അല്ലെ. അവിടെ ലോൺ പെയർ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തില്ല, ഒരു ബോണ്ടിങ് ഇല്ല ശരിക്കും. ഇവിടെ ഒരു ബോണ്ട് കാണിക്കില്ല ശരിക്കും, ലോൺ പെയർ മാത്രമായിട്ടാണ് കാണിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ കാണിക്കാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബെൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് ട്രയഗണൽ പ്ലാനർ. ഇതും കൂടി ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അതൊരു ട്രയഗണൽ പ്ലാനർ ആയിരുന്നു. നെക്സ്റ്റ് വൺ, ബോണ്ടിങ് പെയേഴ്സ് 3 എണ്ണം, അതായത് AB3. അതിന്റെ കൂടെ ഒരു ലോൺ പെയറും വരും, അതായത് AB3E വരും. അപ്പൊ ശരിക്കും നമ്മുടെ ടെട്രാഹീഡ്രൽ പോലെ, പക്ഷെ ഒരെണ്ണം ലോൺ പെയർ ആയിരിക്കും. അതിന്റെ ശരിക്കും ഷേപ്പ് വരുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. എക്സാമ്പിൾ ആണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് വണ്ണിന്റെ എക്സാമ്പിൾ ആണ് SO2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് SO2 വരയ്ക്കുന്നത് S സെന്ററിൽ വരയ്ക്കാം. ഓക്സിജൻ ഒരു ലോൺ പെയർ, ദാറ്റ് ഈസ് AB2E ആണത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് AB3E. എങ്ങനെ വരയ്ക്കും, നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ. അതിൽ എക്സാമ്പിൾ വരുന്നത് NH3 ആണ്. NH3. നൈട്രജൻ എങ്ങനെ വരച്ചു, 1 ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ഒരെണ്ണം, അങ്ങനെ 3 H ഇങ്ങനെ വന്നു. ഒരെണ്ണം ലോൺ പെയർ ആണ് അല്ലേ. അതിങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ബോണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ലോൺ പെയർ കാണിച്ചാലും മതി. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബോണ്ട് പെയേഴ്സും 2 എണ്ണം, ലോൺ പെയേഴ്സും 2 എണ്ണം, അതായത് AB2E2. അതും എന്ത് തന്നെയാണ്, ശരിക്കും ബോണ്ട് പെയർ ശരിക്കും 2 എണ്ണം അല്ലേ വരുന്നു, 2 ലോൺ പെയർ വരുന്നുണ്ട്. അതാണ് H2O മോളിക്യൂൾ കേട്ടോ. അതായത് ഓക്സിജൻ സെന്ററില് ഹിയർ 1 ഹൈഡ്രജൻ, ഹിയർ 1 ഹൈഡ്രജൻ, 2 ലോൺ പെയർ വരുന്നുണ്ട്, 1 2 3 4. ഇതാണ് നമ്മളെ വാട്ടറിന്റെ ഷേപ്പ്, ദാറ്റ് ഈസ് ബെൻഡ് ഷേപ്പ് തന്നെയാണ്. അടുത്തത് AB4E, അതായത് ബോണ്ട് പെയർ 4 എണ്ണം, ഒരു ലോൺ പെയറും. അതിന്റെ ഷേപ്പ് നോക്കുക, 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അതിന്റെ പേര് സീസോ എന്നാണ്. ട്രൈഗണൽ ബൈ പിരമിഡൽ പോലെ തോന്നും, പക്ഷെ ഒരെണ്ണം ലോൺ പെയർ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് SF4. എക്സാമ്പിൾസ് ആണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, AB3E2. അതിനർത്ഥം 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. 3 എണ്ണം ഇങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, 2 ലോൺ പെയറും കാണിക്കുക. ഇതൊരു T ഷേപ്പ് ആണ് അല്ലെ, T ഷേപ്പ് ആണ്. എക്സാമ്പിൾ ClF3. ഓക്കെ, നെക്സ്റ്റ് വൺ AB5E.
അതായത് 5 ബോണ്ടിങ്ങും ഒരു ലോൺ പെയറും. 5 എണ്ണം ഇതേപോലെ കാണിക്കുക, ഒരെണ്ണം ലോൺ പെയർ. നമ്മുടെ ഒക്ടഹീഡ്ര പോലെ അതിനെ സ്ക്വയർ പിരമിഡ് എന്നാ പറയാം കേട്ടോ. ഒരെണ്ണം ലോൺ പെയർ ആണല്ലോ, ഇത് ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ ഒക്ടഹീഡ്രൽ ആയിരുന്നു. എക്സാമ്പിൾ BrF5. നെക്സ്റ്റ് വൺ AB4E2. അതിൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പൊ 4 ബോണ്ട് പെയർ ഇങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ ഇങ്ങനെ 4 എണ്ണം, ദെൻ താഴെയും മുകളിലും 2 ലോൺ പെയർസ്. സ്ക്വയർ പ്ലാനാർ ആണത് അല്ലെ, സ്ക്വയർ പോലെയാണ്. ദെൻ XeF4. ഓക്കെ.